ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ആഷി സായ്സ് വേൾഡ്. ആഷി സായ്സ് വേൾഡിലെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചൊരു സ്റ്റഡി റൂട്ടീൻ എടുക്കാമെന്ന്. അപ്പോൾ രാത്രി ഞാൻ നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇംഗ്ലീഷ് നാളെ എക്സാം. ഇന്ന് എനിക്കുണ്ടായിരുന്ന മാത്സ് കുഴപ്പമില്ലായിരുന്നു. എനിക്ക് മാത്സ് കുറച്ച് ടഫാണെങ്കിൽ ഞാൻ ഇന്നത്തെ പരീക്ഷ കുഴപ്പമില്ലായിരുന്നു. കുറച്ച് മാർക്കൊക്കെ കിട്ടുമായിരിക്കും. സ്പെഷ്യൽ ട്യൂഷന് പോകുന്നുള്ളൂ, അപ്പോൾ കുഴപ്പമില്ല. നന്നായിട്ട് എഴുതി. പിന്നെ എനിക്ക് എക്സാം കഴിഞ്ഞതിപ്പോൾ മലയാളം, ഹിന്ദി, സയൻസ്, പിന്നെ മാത്സും കഴിഞ്ഞ്. പിന്നെ നാളെ ഇംഗ്ലീഷാണ്. നാളെ പിന്നെ നാളെ പ്രോഗ്രാമുണ്ട് ഞങ്ങളുടെ സ്കൂളിൽ. കാർഗിൽ വിജയ് ദിവസിൻ്റെ പ്രോഗ്രാമുണ്ട്. അപ്പോൾ ഉച്ചവരെ പ്രോഗ്രാമൊക്കെ ആയിരിക്കും. അത് കഴിഞ്ഞ് 7th ഉം 8th ഉം 6th and 7th പീരീഡ് ഐ തിങ്ക്, നോക്കട്ടെ, ആയിരിക്കും. ആ സമയത്താവാൻ സാധ്യത. കാരണം രാവിലെ പ്രോഗ്രാമാണല്ലോ. അപ്പോൾ ഞങ്ങളുടെ ക്ലാസ്സിൽ നിന്നുണ്ട് കുറേ പേര്. ഞാൻ ആദ്യം ഒരു ക്വിസിന് പേര് കൊടുത്തായിരുന്നു. അല്ല, ഞാനിങ്ങനെ ക്വിസ് പിള്ളേർക്ക് അസംബ്ലിക്ക് ചോദിക്കുമല്ലോ, അതിന് പേര് കൊടുത്ത് പിന്നെ അത് ക്യാൻസലാക്കി. ഇപ്പം ഞാൻ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കാണാൻ നോക്കുന്നുണ്ട്. ഇതെൻ്റെ ഹാൻഡ് റൈറ്റിംഗ്. എനിക്ക് ഹാൻഡ് റൈറ്റിംഗ് കാണിച്ചു തരാമെന്ന് പറഞ്ഞായിരുന്നു. ഒരു മിനിറ്റ്. വേണ്ട, ഞാൻ എനിക്ക് കർസീവിൽ പെട്ടെന്ന് കർസീവിലൊന്നും എഴുതത്തില്ല. കർസീവിൽ ഞാൻ എഴുതും, മറ്റേ രീതിയിലും എഴുതും. പിന്നെ കർസീവ് കുറച്ച് സമയം എടുത്താൽ എഴുതുന്നത്. പക്ഷെ പെട്ടെന്ന് എഴുതുമ്പോൾ അത്ര വൃത്തിയൊന്നും കാണത്തില്ല. എനിക്ക് തോന്നണം കർസീവിലൊക്കെ എഴുതാൻ. അപ്പം ഞാൻ കർസീവിൽ എഴുതും. പിന്നെ അവിടെ നിർബന്ധം അങ്ങനെ ഇതുവരെ പറഞ്ഞിട്ടില്ല, കാണുമായിരിക്കും. അപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക. ഗ്രാമറും ഉണ്ട്, ലിറ്ററേച്ചറും ഉണ്ട്, എല്ലാം ഉണ്ട്. പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആഷ്മിയുണ്ട്. ആഷ്മിക്ക് നാളെ എക്സാമാണ്. എക്സാമിന് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്ര നേരം. ഇപ്പം എങ്ങോട്ട് പോയെന്ന് അറിഞ്ഞുകൂടാ. ഞാനിതിൻ്റെ ഇടയ്ക്ക് എക്സാം ഇട്ടായിരുന്നു ആഷ്മിക്ക്. ആഷ്മി പഠിച്ച് ചെയ്യുമായിരുന്നു. ഇന്ന് ട്യൂഷൻ ഇല്ലായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ എക്സാമിന് വേണ്ടി പഠിക്കണമല്ലോ നാളെ. പക്ഷേ ഇന്ന് ട്യൂഷൻ ഇല്ലായിരുന്നു. ചേച്ചി എന്തോ ഹോസ്പിറ്റലിൽ അങ്ങോട്ട് പോകണമായിരുന്നു. അതുകൊണ്ട് ട്യൂഷൻ ഇല്ലായിരുന്നു. അപ്പോൾ ആഷ്മി നേരത്തെ മാത്സ് ഒക്കെ പഠിച്ച് ചേക്കും. ആഷ്മിക്ക് ഏതൊരു മാത്സ് ടഫില്ല. അപ്പോൾ മാത്സ് അവൾക്ക് അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവൾക്ക് കുറച്ച് ക്വസ്റ്റ്യനൊക്കെ ഇട്ട് വെച്ച് അവൾക്കത് കൊടുത്ത് അതൊക്കെ എഴുതി. പക്ഷേ പേപ്പറൊന്നും ഞാൻ കണ്ടില്ല. അറിയാൻ തോന്നില്ല, എല്ലാം പഠിച്ച് വെച്ചേക്കും അവൾ. എന്നാലും കുറച്ചുകൂടെ ഒന്ന് പഠിപ്പിക്കണം. പിന്നെ നാളെ രാവിലെ എണീച്ച് പഠിക്കുമ്പം മറക്കത്തില്ല. ഞാനിനി ഇംഗ്ലീഷും പഠിക്കണം. ഇംഗ്ലീഷും ഞാൻ അന്നുള്ള കാര്യങ്ങൾ ഞാൻ ചിലതൊക്കെ അന്ന് പഠിക്കും. ഗ്രാമറൊക്കെ ഉള്ള കുറച്ചുകൂടെ പഠിക്കാൻ. ക്വസ്റ്റ്യൻ ആൻസറൊക്കെ ഞാൻ എൻ്റെ വേർഡ്സിൽ തന്നെ എഴുതുന്നത്. അതുകൊണ്ട് അത്ര കുഴപ്പമില്ല. പിന്നെ MCQ ഒക്കെ ഉണ്ട് പഠിക്കാൻ. 1 വേർഡ് ക്വസ്റ്റ്യൻസൊക്കെ, അതൊക്കെ പഠിക്കണം. അതും പിന്നെ ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ വായിച്ച് നോക്കിയിട്ട് പോകണം. നാളെ രാവിലെ എണീച്ചിട്ട് നോക്കുമ്പോഴൊക്കെ. ഇന്ന് രാത്രി പഠിച്ച് നാളെ രാവിലെ എണീച്ച് നോക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നിൽക്കും. പരീക്ഷാ ഹാളിലിരുന്ന് മറന്നൊന്നും പോകത്തില്ല. എന്നും ഞാൻ രാവിലെ എണീച്ച് ചായ കുടിക്കുന്നതിനോടൊപ്പം ഞാൻ നോട്ട്ബുക്ക് എടുത്ത് വായിച്ചു വെക്കും. എക്സാം ഉള്ളപ്പോഴും അല്ലെങ്കിലും എന്തെങ്കിലും ഒരു ഭാഗം വായിച്ചു വെക്കും. അത് പിന്നെ നമ്മുടെ തലേന്ന് പോകത്തതേ ഇല്ല. അത് നമുക്ക് മറന്നു പോകത്തില്ല. എക്സാമൊക്കെ ഉണ്ടെങ്കിൽ ആ ദിവസത്തിൻ്റെ രാവിലെ എണീച്ച് പഠിക്കുമ്പോൾ. പിന്നെ എനിക്കുള്ളൊരു സ്വഭാവം പഠിച്ചുകൊണ്ടിരിക്കുമ്പം ഫുഡ് എന്തെങ്കിലും കഴിക്കണത്. എന്ത് ഫുഡ് അങ്ങനെയൊന്നുമില്ല, ചോറൊന്നുമില്ല. ഇങ്ങനെ സ്നാക്സ് ഐറ്റം സ്നാക്സൊക്കെ ആയിട്ടുള്ള കഴിക്കണത്. അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ സ്വഭാവം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. എനിക്ക് എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കണം. അതിവിടെ ഉള്ള എന്താണെന്ന് ഞാൻ കഴിക്കും. ഇത് ആഷ്മിയുടെ ബുക്കല്ലേ? ഇവളെന്തുവിടെ ഒന്ന് കാണിക്കുന്നത്? ഞാൻ അവളുടെ കൈശ്വരം കാണിച്ചു തരാം. ഇതാണ്ട് എത്ര നല്ല കൈശ്വരൊക്കെ അവളുടെ. ഇത് ഇവളെ എഴുതിയതല്ലോ ഇത്രയും നല്ല കൈശ്വരൊക്കെയോ. ഇത് ആഷ്മി എഴുതിയതാ. ഇത് ആഷ്മി എഴുതിയതല്ല, ഇതൊക്കെ അവൾ എഴുതിയതാ. ഇതാ അവൾ എഴുതിയത്, ടീച്ചർ എഴുതിയത്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞാൻ ചുമ്മാ ഇങ്ങനെ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ചുമ്മാ പറയാമെന്ന് വിചാരിച്ച് ഒരു വീഡിയോ എടുക്കാൻ വിചാരിച്ചതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.